മറ്റു സിനിമകൾ ചെയ്യുന്ന സമയത്താണെങ്കിലും ചിലത് കുറേയൊക്കെ ഫിലിമിലുണ്ട്, പക്ഷെ ചില ഭാഗങ്ങൾ ഫിലിമിൽ നിന്ന് ഒട്ടെടുക്കാൻ പറ്റില്ല. കാരണം ആ ഭാഗം മൊത്തത്തിൽ ബ്ലീച്ചായി പോയ പോലെ. ഈ പറയുന്ന കളർ ചാനൽ ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം, കുറച്ച് പണിയെടുത്തിട്ടാണെങ്കിലും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം. പക്ഷെ മൊത്തത്തിൽ ബ്ലീച്ചായി പോവുക, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളന്ന് പറഞ്ഞില്ലേ കുറെ പല പല ഡാമേജസ് ഉണ്ട്. അതെ, അതേപോലെ തന്നെ പല പല ഡാമേജസ് ഉണ്ട്. അപ്പൊ ഇതേപോലെയൊക്കെ ഈ അമീബ കുഞ്ഞുങ്ങളൊക്കെ കിടക്കണ പോലെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയിലൊന്നും ചെയ്യാൻ പറ്റില്ല. സ്ക്രീനിൽ എന്താണോ കാണുന്നത് അതെല്ലാം ഭയങ്കര വിയേർഡായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ചില ഫോട്ടോഷോപ്പിൽ ഇരുന്നുകൊണ്ട് പഴയ ഫോട്ടോ അവരെന്താ ചെയ്യണേ, ആക്ച്വലി പല സമയത്ത് അവരും പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ചില പോർഷനിൽ നമ്മൾ പെയിന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ അധികം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഏത് പോർഷനാണെന്ന് ഞാൻ പറയില്ല. ഇതിനകത്ത് അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം സംഭവിച്ചിരുന്നു. അപ്പൊ അതും നമ്മൾ ഏറ്റവും ലാസ്റ്റ് ടൈമിലേക്ക് മാറ്റി നമുക്ക് ചെയ്യാം. ബാക്കിയുള്ളതെല്ലാം തീർക്കട്ടെ, മാസ് വർക്കുകളെല്ലാം തീർക്കട്ടെ, ബാക്കി നമുക്ക് ചെയ്യാൻ. പക്ഷെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് അവിടെ വരയ്ക്കേണ്ടി വരും ഡ്രോയിങ്. അപ്പൊ ആ പ്രോസസ്സ് അത്രയും ഭാഗം എടുത്തിട്ട് അടുത്ത സോഫ്റ്റ്വെയറിലോട്ട് അങ്ങനെ അങ്ങനെ മാറിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്കിത് മനസ്സിലായിട്ടില്ല, സ്ക്രീനിൽ കാണുമ്പോൾ എല്ലാവരും നമ്മ മുമ്പ് കണ്ട സിനിമയല്ലേ, ഇത്തിരി ക്വാളിറ്റി വന്നിട്ടുണ്ട്, ഒന്ന് കളറൊക്കെ ഒന്ന് നല്ല രസമുണ്ട്. പക്ഷെ അതിന് പിന്നിൽ കുറെ പരിപാടി ഉണ്ട്. അതെ,